അഭിലാഷ്, ശ്രീ എം ആർ അഭിലാഷ്, ഇവിടെ ഓൾറെഡി ഹൈക്കോടതിയിലും സുപ്രീം കോടതി നിയമങ്ങളുണ്ട്. ഈ കേസ് ആ കോടതിയിലേക്ക് എത്തുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പോയതിൽ ഒരു പാവം പിടിച്ചവൻ, എറണാകുളത്ത് ഒരു പാവം പിടിച്ചവൻ കോടതിയിലേക്ക് പോയതാണ്. കോടതി ആദ്യ ചോദ്യം ഇതായിരുന്നു, ഇത് പോലീസ് സ്റ്റേഷന് മുന്നിലല്ലേ CPM ഈ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം സ്റ്റേജ് കെട്ടിയത്? സ്റ്റേജ് അഴിച്ചു മാറ്റിയെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? വിഷയം സംസ്ഥാന പോലീസ് മേധാവി അറിഞ്ഞോ? സമ്മേളനത്തിൽ പങ്കെടുത്തവരും പ്രസംഗിച്ചവരും ആരൊക്കെയാണ്? സ്റ്റേജിൽ ആരൊക്കെയിരുന്നു? അവരെ പ്രതികളാക്കിയോ? ഏതൊക്കെ വകുപ്പുകളിൽ കേസെടുത്തു? അവിടെ ഉണ്ടായിരുന്ന നാടകവാഹനത്തിന് വണ്ടി പിടിച്ചെടുത്തോ? പ്രവർത്തകരെത്തായ സ്കൂൾ ബസ് ഉപയോഗിച്ചോ? പോലീസിന്റെ പണി എന്താണ്? തുടങ്ങിയ അതിരൂക്ഷമായ ചോദ്യങ്ങൾ ചോദിച്ച് കോടതി അർഹിക്കുന്ന ഗൗരവത്തിൽ ആ വിഷയത്തിൽ എന്താണ് വളരെ സജീവമായി ഇടപെട്ടു. അതിനുശേഷവും ആ പാർട്ടിയുടെ പോൾ ബ്യൂറോ അംഗം എന്ന് പറയുകയാണ്, എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് കാറിൽ ഇറങ്ങി നടന്നു പോയാൽ പോരെ എന്ന് ചോദിച്ചെങ്കിൽ ഈ പറയുന്ന കോടതിയുടെ പരാമർശങ്ങൾ, ആ കോടതി ഉത്തരവുകൾ അവരുടെ തൊലിപ്പുറത്ത് സ്പർശിച്ചിട്ടില്ല എന്നല്ലേ ശ്രീ എം ആർ അഭിലാഷ്? ശ്രീ ഹാഷ്മി, നിയമപരമായിട്ട് ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ നിരുപാധികം അത് തെറ്റാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്ന ആ ഒരു രാഷ്ട്രീയ മര്യാദ കേരളത്തിന് ഒരുപക്ഷെ ഇന്ത്യയിലെമ്പാടും അന്യം നിന്നിരിക്കുകയാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന നിയമപരമായിട്ടുള്ള ഒരു വലിയ തെറ്റ് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിൽ വീണ്ടും വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഇത്തരത്തിൽ കോടതിയെ അധിക്ഷേപിക്കുവാൻ വരെയും സന്നദ്ധരായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. അവർ ജയിൽവാസം അനുഭവിക്കുകയുണ്ടായി. പല കാരണങ്ങളും പരിഗണിച്ചുകൊണ്ട് വളരെ സുവ്യക്തവും സുചിന്തിതവുമായിട്ടുള്ളൊരു ഉത്തരവാണ് ഖാലിദ് മുണ്ടിപ്പള്ളി കേസിൽ 2010 ബഹുമാനപ്പെട്ട ഹൈക്കോടതി പാസ്സാക്കിയത്. അപ്പോൾ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും പറഞ്ഞുകൂടാത്ത ഒരു ന്യായീകരണമാണ്. അതൊരു നിയമവ്യവസ്ഥയല്ലേ? അപ്പോൾ കാറിൽ ആൾക്കാർക്ക് യാത്ര ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ജാഥ നടത്തിക്കൂടാ? ഇവിടെ ജാഥയല്ലല്ലോ ശ്രീ ഹാഷ്മി പ്രശ്നം. ഇവിടെ റോഡടച്ചിട്ടുള്ള സമ്മേളനങ്ങളെയാണ് നിരോധിച്ചിരിക്കുന്നത്. ഈ ജാഥയും സമ്മേളനവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയാതിരിക്കുകയാണോ അതോ ഒരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ട് ഇതിങ്ങനെ ന്യായീകരിച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ, പ്രത്യേകിച്ച് ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയല്ല, അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്, ജനങ്ങളുടെ മനസ്സിൽ എത്രത്തോളം നിയമബോധം സംരക്ഷിക്കപ്പെടും? കോടതിയുടെ ഉത്തരവുകളോട് എത്രത്തോളം അവർക്ക് മാനസികമായിട്ടുള്ള ആ ഒരു ബഹുമാനം നിലനിർത്തുവാൻ കഴിയും? അപ്പോൾ വളരെ ഉത്തരവാദിത്തോടുകൂടി മാത്രം പറയേണ്ടതായിട്ടുള്ള ഒരു പദവിയിലിരിക്കുന്ന അദ്ദേഹം ഒരിക്കലും പറഞ്ഞുകൂടാത്തതായിരുന്നു. ഇന്ത്യയിലെമ്പാടും യാത്ര ചെയ്യുവാൻ ഭരണഘടനയുടെ 19(1)(d) എന്ന് പറയുന്ന ഉപവകുപ്പ് പ്രകാരം അവകാശമുണ്ട്. അത് അഭിപ്രായ സ്വാതന്ത്ര്യം 19(1)(a) തരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമോ 19(1)(b) കൊടുക്കുന്ന സമ്മേളിക്കുവാനുള്ള സ്വാതന്ത്ര്യമോ, സമാധാനമായിട്ട് ആയുധമില്ലാതെ സമ്മേളിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഒന്നും തന്നെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് അതിനൊരു പരിധിയായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ പൗരനും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അവരാണ് തീരുമാനിക്കേണ്ടത് സ്കൂട്ടറിൽ യാത്ര ചെയ്യണോ, സൈക്കിളിൽ യാത്ര ചെയ്യണോ, കാറിൽ യാത്ര ചെയ്യണോ. അപ്പോൾ നിയമം പ്രിസ്ക്രൈബ് ചെയ്യാത്ത ഒരു കണ്ടീഷൻ ജനങ്ങളിൽ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിയമവ്യവസ്ഥ എന്തിനാണ്? നിങ്ങൾക്ക് കാറിൽ യാത്ര ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് സമ്മേളനം നടത്താമെന്ന് പറയുമ്പോൾ കാറിനകത്തും ഇങ്ങനൊരു ശ്രേണീവൽക്കരണം ഉണ്ടാകുമോ? നിങ്ങൾ കൂടിയ കാറിൽ യാത്ര നടത്തുകയാണെങ്കിൽ കൂടുതൽ നേരം ഞങ്ങൾക്ക് റോഡ് തടയാം, അല്ലെങ്കിൽ ഇങ്ങനെ വഴിയടച്ച് സമ്മേളനം നടത്താം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ന്യായീകരണത്തിലേക്കല്ലേ ഇത് നയിക്കുക? വളരെ വികലമായ, ഒരിക്കലും ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറഞ്ഞുകൂടാത്ത തരത്തിലുള്ള വിജയരാമൻ പറഞ്ഞു കേട്ടത് തോന്നും ആ തിരക്കിൽപ്പെട്ടവരൊക്കെ മൊത്തം BMW C-ക്ലാസ് കാറുകൾ മാത്രം, അല്ലെങ്കിൽ വലിയ ലാൻഡ് റോവർ വലിയ കാറുകൾ മാത്രം അവിടെ ആ തിരക്കിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടതാണ്. ഓട്ടോയിലെ സ്കൂൾ കുഞ്ഞുങ്ങൾ, അല്ലാത്ത ബസ്, അല്ലാത്ത വണ്ടി, അല്ലാത്ത കാറ്, അല്ലാത്ത 2 വീലർ, അല്ലാത്ത മനുഷ്യർ, അവരെ നോക്കിയാണ് പറയുന്നത് നിങ്ങൾ വലിയ വലിയ വണ്ടി. ശ്രീ എം ആർ അഭിലാഷ്, എന്താണ് ഇപ്പോൾ അമ്മായിയമ്മയെ കാണാൻ പോകുന്നൊരു കുറ്റം എന്താണ്? കാറിൽ നിന്ന് സല്ലപിച്ചാലുള്ള കുറ്റം എന്താണ്? ഒരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ PB അംഗം പറയുകയാണ് അമ്മായിയമ്മയെ കാണാൻ പോകുന്നത് എന്താണ്? വിജയരാഘവന് കൊണ്ട് അപേക്ഷ കൊടുക്കണോ? പ്രിയപ്പെട്ട സഖാവേ, ഞാൻ അമ്മായിയമ്മയെ കാണാൻ പോവാ എന്ന് അപേക്ഷ കൊടുക്കണോ? എന്തുവാന്നേ പറയുന്നത്? അത് എന്താ ഇതിന് പറയുക? ഇത്തരത്തിലുള്ള ഉപാധികൾ വെക്കുവാനൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല. എല്ലാ രാഷ്ട്രീയ സംഘടനകൾക്കും ബാധകമായിട്ടുള്ളൊരു ഉത്തരവാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനെ കൂടുതൽ മാനിക്കുവാൻ, കാരണം അധികാരം വിനിയോഗിക്കുന്ന അവരാണ്, ആ ഉത്തരവാദിത്വം അവർക്കുണ്ട് എന്നിരിക്കെ ഇത്തരത്തിൽ ഒരു സെൻസ് ഇല്ലാത്ത തരത്തിലുള്ള അവകാശവാദങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ ഉന്നയിക്കുമ്പോൾ അവരാണ് ഇതിനകത്ത് കൺഫ്യൂസ്ഡ് ആകപ്പെടുന്നത്. പൂർണ്ണമായിട്ടും നേതാവ് പറയുന്നതാണ് പരിധിയില്ലാത്ത സത്യം
എന്നൊരു വിശ്വാസത്തോടു കൂടി ഇരിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ നിയമവ്യവസ്ഥയെക്കുറിച്ച് വളരെ തെറ്റായിട്ടുള്ള ചിന്തയും ഈ രാഷ്ട്രീയ സംഘടനയെക്കുറിച്ച് ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ജനപ്രാതിനിധ്യ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണ് ഇന്ത്യയിലുള്ളത്. അവരെയെല്ലാം നിയമമാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിയമത്തിനെ റെഗുലേറ്റ് ചെയ്യാൻ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾക്കോ ഒന്നും കഴിയില്ല എന്നിരിക്കെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ജനങ്ങളുടെ മനസ്സിൽ സൃഷ്ടിക്കുന്നത് നാളെയും ഇനി വരുന്ന ദിവസങ്ങളിലും നിയമം ബ്രേക്ക് ചെയ്യുവാൻ, നിയമം ലംഘിക്കുവാനും ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളൊക്കെ നടത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്നും നിയമം എന്ത് പറഞ്ഞാലും കോടതി എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് നടത്താൻ കഴിയുമെന്നും ഒക്കെയുള്ള ചിന്ത ജനങ്ങളിലേക്കും ചെറിയ നേതാക്കന്മാരിലേക്കും ഒക്കെ കൊണ്ടുചെല്ലാനല്ലാതെ ഇതിന് മീനിങ് ഉള്ളത്? എന്തുകൊണ്ട് അപ്പീൽ പോയിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് പരിഗണിച്ചില്ല? അനുസൃതമായിട്ട് അതിന് അവർ ആഗ്രഹിച്ച രീതിയിൽ ഒരു ഉത്തരവ് കൊടുത്തില്ല. ഇവിടെ നിയമം ഭേദഗതി ചെയ്തിട്ട് എന്തുകൊണ്ടത് നിലനിന്നില്ല? അപ്പോൾ ഒരു തരത്തിലും നിയമവ്യവസ്ഥയിൽ അനുവദനീയമല്ല, ഓരോ വ്യക്തിയുടെ അവകാശവും സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന പൂർണ്ണ ബോധ്യത്തിൽ, ആ സമ്മേളനത്തിന് വരുന്ന ആൾക്കാരുടെ ആരോഗ്യവും സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന പൂർണ്ണ ബോധ്യത്തിൽ ഹൈക്കോടതി സമഗ്രമായിട്ടുള്ളൊരു ഉത്തരവ് പാസ്സാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു പാർട്ടിയുടെ അധികാരത്തിലവരിയ്ക്കുന്നു എന്ന ഒരു വ്യത്യസ്തത മാത്രമേ മറ്റ് പാർട്ടികളിൽ നിന്ന് അവരെ വ്യത്യസ്തരാക്കുന്നുള്ളൂ. എന്നിരിക്കെ ഇത്തരത്തിലുള്ള വളരെ ചപലമായിട്ടുള്ള ഈ അനുവാചകരെ വിഡ്ഢികളാക്കുന്ന, തെറ്റായിട്ട് ചിന്തിപ്പിക്കുന്ന ഈ അവകാശവാദങ്ങൾ ഈ വൈകിയ വേളയെങ്കിലെങ്കിലും അത് ഉപേക്ഷിച്ചിട്ട് ഇത്തരമുള്ള സമ്മേളനങ്ങൾ ഞങ്ങൾ ഒഴിവാക്കുമെന്ന് പറഞ്ഞാൽ എത്രത്തോളം ശ്ലാഘനീയമായിരുന്നു. അതിന് അദ്ദേഹത്തിന് കഴിയാതെ പോകുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ ജനാധിപത്യ നിയമവ്യവസ്ഥയുടെ പരാജയം അവിടെയാണ്.